ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1990 കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ മാത്രം ജനിച്ചു വളർന്നവർക്ക് വളരെയധികം അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ കൊടുക്കുന്ന ഈ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൊല്ലത്ത് നടന്നൊരു സംഭവമാണ്. അതിൽ ഒരു മനുഷ്യനാണെങ്കിൽ പശുവിനെ, അതായത് പാടത്ത് മേഞ്ഞുകൊണ്ടിരുന്ന പശുവിനെ ബലാത്സംഗം ചെയ്ത് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ 1990 കാലഘട്ടങ്ങളിൽ ഈ പെൺകുട്ടികൾ മാത്രം ജനിച്ചു വളർന്നുകൊണ്ടിരുന്ന വീടുകളിൽ നമുക്കറിയാം ഈ ആൺപിള്ളേരില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മാതാപിതാക്കളെ വളരെയധികം മോശമായിട്ട് ടോർച്ചർ ചെയ്യുകയും അതുപോലെ അവരെ കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് പറയാനുള്ള കാരണമുണ്ട് കേട്ടോ. കാരണം അന്നത്തെ കാലഘട്ടങ്ങളിൽ ആൺകുട്ടികൾ ജനിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിട്ട് ഒരു വീടിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഒരാളാണ്. അതുകൂടാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും മാതാപിതാക്കൾക്ക് ഇവരുടെ കൂടെ ജീവിക്കാം. അത് മാത്രമല്ല സ്ത്രീധനം കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഞാൻ അടക്കമുള്ള പെൺകുട്ടികൾ മാത്രമല്ല, ഒരുപാട് കുടുംബത്തിലെ മാതാപിതാക്കൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. സൊസൈറ്റി ആണെങ്കിലും റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ആണെങ്കിലും. അതുകൂടാതെ ഈ മാതാപിതാക്കളിൽ മാത്രം ഒതുങ്ങിയില്ല ഇത്തരത്തിലുള്ള ടോർച്ചറൊക്കെ. ആ പെൺകുട്ടികളിലേക്കും ഇത് പതുക്കെ അവർ വ്യാപിക്കാൻ തുടങ്ങി. അവരുടെ വിവാഹം അല്ലെങ്കിൽ അവരുടെ പഠനാവശ്യങ്ങൾക്കെല്ലാം ഇതൊരു എന്നും ഒരു മുടക്കം പോലെയായിരുന്നു. അപ്പം ഈ 18 വയസ്സ് അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴും പല റിലേറ്റീവ്സും അല്ലെങ്കിൽ പല നമ്മുടെ അയൽക്കാരൊക്കെ ആണെങ്കിലും വന്ന് പറയും, എന്തിനാ ഈ പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്നത്, ഇങ്ങനെ അവർ വേറൊരു വീട്ടിൽ പോകാനുള്ളതല്ലേ എന്നൊക്കെ. പക്ഷെ ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ചിന്തിക്കുകയാണ്, ഇത്തരത്തില് സമൂഹത്തിനും കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളൂലാത്ത ആൺകുട്ടികൾ ഉണ്ടാകുന്നേക്കാൾ നല്ലത് ഒന്നില്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ നല്ല മക്കൾ ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. പെൺകുട്ടികൾ എല്ലാവരും നല്ലതെന്നല്ല എങ്കിൽ പോലും ഒരു പരിധി കൂടുതൽ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിൾ ആയിട്ട് അവരുടെ പേരൻസിനെ നോക്കാനും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനൊക്കെ ആണെങ്കിലും ഈ പെൺകുട്ടികൾ എന്നും മുമ്പോട്ട് തന്നെ നിന്നേക്കുന്നവരാണ്. ഈ ഇവന്മാരെ പോലുള്ള കുറെ അവന്മാരുണ്ടാവുമ്പം അവന്മാർ മാതാപിതാക്കളെ കൊല്ലും, സഹോദരങ്ങളെ കൊല്ലും. അത് കൂടാതെ ഈ സൊസൈറ്റിയിൽ പെണ്ണുങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല, അമ്മമാർക്ക് നടക്കാൻ പറ്റത്തില്ല, ഇവൻ ആൺകുട്ടികൾക്ക് പോലും നടക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പാടത്തിൽ മേയുന്ന പശുക്കൾക്ക് വരെ സമാധാനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. ഇവന്മാർക്കൊക്കെ എന്ത് ശിക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ശരിയാവും. ഒരു ന്യായീകരണത്തിന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഒരു ഡിസോർഡർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഡിസോർഡർ അല്ല. കിട്ടേണ്ട സമയത്ത് നല്ല ചൂരലിനുള്ള കഷായം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീരേണ്ട അസുഖങ്ങളൊക്കെയാണ് ഇത്. അല്ലാതെ ഇതൊരു മെന്റൽ പ്രോബ്ലം ഒന്നും അല്ല. അപ്പൊ അന്നുള്ള കാലഘട്ടങ്ങളിൽ പല മാതാപിതാക്കളും അവൻ ആണാണെന്നുള്ള ചിന്താഗതിയിൽ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തിട്ട് ഇവരെ അങ്ങ് വളർത്തി കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവരൊക്കെ ഈ കൈവിട്ട് പോകും. അതായത് ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഈ 10-12 വയസ്സിലേക്കൊക്കെ അടുക്കുമ്പോഴത്തേനും പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഈ കുട്ടികൾ കേൾക്കത്തില്ല. അതായത് നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു പ്രായം, അല്ലെ? അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവരൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയാവും. അപ്പൊ ഇങ്ങനെ ഒരാളെ മാത്രം പൊക്കിയും മറ്റുള്ളവരെ താത്തിയും മറ്റുള്ള മക്കളെ താത്തിയും വളർത്തുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ കാണുക. കാരണം കാലം മുമ്പോട്ടാണ് പോകുന്നത്. കാലം മുമ്പോട്ട് പോകുമ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. നിങ്ങളുടെയൊക്കെ ലൈഫിലാണെങ്കിൽ ഇങ്ങനെയുള്ള കുത്തുവാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അതുകൊണ്ട് മാനസികമായിട്ട് സങ്കടം അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.